അല്ല, ആ കുഞ്ഞിന് തന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാദർ എന്ന ഒരാളെ അവന് ആവശ്യമുണ്ട്. എൻ്റെ കുഞ്ഞും ഇതുപോലത്തെ ഒരു വേദന എൻ്റെ മൂത്ത മോള് അനുഭവിച്ചതുകൊണ്ട് ഞാൻ ആ തന്തയും മക്കളെയും പിരിപ്പിക്കാതെ നോക്കിയതാണ്. അത് തന്നോടുള്ള ബഹുമാനമല്ല, എൻ്റെ കുഞ്ഞിന് കിട്ടട്ടെ, അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് എൻ്റെ വീഡിയോ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ കടന്നുറങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. കാരണം നാളെ രാവിലെ ഞാനൊരു ചെറിയ ഫാമിലി ട്രിപ്പ് പോവുകയാണ്. അതിൻ്റെ ചില വ്ളോഗ് ഷോർട്സ് കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഞാനിങ്ങനെ ഉറങ്ങുന്ന ആ സമയത്ത് വെറുതെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഐപാഡ് എടുത്തിട്ട് വീഡിയോസ് നോക്കുന്ന സമയത്താണ് ഞാൻ സജ്ന നൂറിൻ്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ കണ്ട സമയം ഞാൻ കരുതി, പൊതുവേ നമ്മുടെ ഫിറോസ് ഇടുന്ന എല്ലാ വീഡിയോയും ഞാൻ എടുക്കുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സജ്ന ഒരു വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ അഭിപ്രായം പറയുക എന്നുള്ളത്. അപ്പം ഞാൻ ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പം ഒരു 2-3 ദിവസത്തേക്ക് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിനും നിന്നില്ല. ഈ രാത്രി ഞാൻ ഇരുന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. നാളെ ഞാനിത് അപ്ലോഡും ചെയ്യും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത ഏറ്റവും കൂടുതൽ ടോപ്പിക്കായ ഒരു കോൺട്രവേഴ്സി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സജ്ന നൂറും ഫിറോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. അത് ഇത്രത്തോളം ടോപ്പിക് ആവാനുള്ളതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ സജ്ന എൻ്റെ ഒരു ഓഡിയോ ലീക്കായതാണ്. അപ്പോൾ തുടങ്ങുന്നത് സജ്ന ഇട്ട ഒരു പോസ്റ്റിൽ നിന്നാണ്. ആ പോസ്റ്റ് പിന്നെ വീഡിയോ ആവുന്നു, വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂ വരുന്നു, അതിന് ശേഷം ഫിറോസിൻ്റെ ചാനലിൽ വീഡിയോ വരുന്നു, പിന്നെ സജ്ന ഇൻ്റർവ്യൂ വരുന്നു, അതിൽ ദിയ വരുന്നു, ദിയ വന്നപ്പോൾ റോഷ്നി വരുന്നു, അതിന് ശേഷം സജ്ന ഇപ്പോൾ ആളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. അപ്പം പ്രഗ്നൻസിയിൽ നിന്ന് തുടങ്ങി ഒരു വലിയ ലഹരീൻ്റെ അവസ്ഥയിലോട്ട് വരെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. അതിൻ്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ വീഡിയോൻ്റെ താഴെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ചേച്ചി ഹെൽത്ത് ഓക്കെ ആയോ, ടേക്ക് കെയർ ചെയ്യ്, അടിപൊളിയായി ഇരിക്കുക. പിന്നെ ഫണ്ണി ആയിട്ട് ഞാൻ ഇന്നലെ ഇട്ട ഷോർട്സിൻ്റെ താഴെ ഞാനൊരു കമൻറ്റ് കണ്ടു, ചേച്ചി ഇങ്ങനെ മൂക്കടപ്പും വെച്ചിരുന്നോ, ഇതിലും വലിയ വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. കുഴപ്പമില്ല, ഓക്കെയാണ്, കുറേ ഇങ്ങനെ ബെറ്ററായി വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവരും നിങ്ങളുടെ കൺസേൺ. അപ്പം 13 മിനിറ്റുള്ള വീഡിയോ ആണ്, നമുക്ക് വേഗം തുടങ്ങാം. എൻ്റെ ദിയാസന, നീ വന്ന് ഭയങ്കര പാവം പിടിച്ച കണക്ക് ഈ ദിയ ആരും കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ, എന്തോ ഒരു സൗമ്യം. ദിയ എടുത്ത് ആരെങ്കിലും ചിപ്പോന്ന് പറഞ്ഞാൽ ദിയ കയറി പറയാൻ പോകുന്നത് അതിൻ്റെ ഇരട്ടി ചീത്തവിളിയായിട്ടായിരിക്കും ദിയാസന മീഡിയയിലാവട്ടെ, ഏത് സോഷ്യൽ മീഡിയയിലാവട്ടെ, അവൾ എവിടെ അങ്ങനെയാണ് പറയുന്നത്. അല്ല ദിയ, അപ്പം നീക്ക് എന്താ പേടിയുണ്ടോ? എൻ്റെ മുഖത്തിനൊക്കെ ഭയങ്കര പേടി തോന്നിക്കുന്നല്ലോ. എടി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. നിൻ്റെ കൂടെ ഉള്ള ആൾക്കാർ നിന്നെ പണിയാത്ത എന്താണെന്നറിയാവോ? കാരണം അവരും സെയിം തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർ പേടിക്കും. കാരണം നിൻ്റെ പേരിൽ ഒരു അലിഗേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ അവരും കൂടെ അല്ലേ പൊങ്ങുന്നത്. അപ്പം തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ പ്രതികരിക്കും. ദിയാസനയ്ക്കുള്ള ഒരു മറുപടിയായി ബന്ധപ്പെട്ടിട്ടാണ് സജ്നയുടെ വീഡിയോൻ്റെ ആരംഭം. വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഈ സാധനത്തിനോട് ഞാൻ 100% യോജിക്കുന്നു. ദിയ സന എന്ന് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ എന്ത് കോൺട്രവേഴ്സി ദിയയായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭയങ്കര സ്ട്രോങ് ആയിട്ട്, ഭയങ്കര ബോൾഡായിട്ട്, കട്ട് ആൻഡ് സ്ട്രൈറ്റ് ആയിട്ട് മുഖത്ത് നോക്കി അങ്ങനെ പറയുന്ന ഒരാളാണ്. ഈവൻ റിസെൻ്റ്ലി ഉണ്ടായിട്ടില്ല, എനിക്ക് നൈറ്റ് ലൈഫ് ഇൻ കൊച്ചി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നൈറ്റ് ലൈഫിനെ കുറിച്ച് ഉള്ള അഭിപ്രായത്തെ പറ്റി ചോദിച്ചിട്ടുള്ള ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു ശ്രീകണ്ഠൻ നായർ ഷോൻ്റെ നമ്മൾ തമ്മിൽ. അതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ദിയാസനേൻ്റെ ലാസ്റ്റ് ഒരു പരിപാടി ഉണ്ട്. അതിൽ തന്നെ ഓപ്പോസിറ്റുള്ള വ്യക്തി അയാളുടെ അഭിപ്രായം പറഞ്ഞ് തീർക്കാനുള്ള സമയം കൊടുക്കാണ്ട് ഘോര പ്രസംഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ ദിയയ്ക്ക് അഗെയിൻസ്റ്റ് ഇത്രയും വലിയ ഒരു അലിഗേഷൻ വരുമ്പം ദിയ ലീഗലി പോയി കേസ് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ദിയ അതിന് റിയാക്ട് ചെയ്യുന്ന ഒരു രീതി ശരിക്കും പറഞ്ഞാൽ എന്നെയും ഞെട്ടിച്ചിരുന്നു. കാരണം ഞാനും ദിയയുടെ സൈഡിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു സൈലൻറ്റ്, വളരെ പാവപ്പെടുത്തി ഒരു റിയാക്ഷൻ അല്ല കണ്ടത്. അതിനി ഒരിക്കലും ദിയ തെറ്റ് ചെയ്തത് കൊണ്ടാണ് എന്നുള്ള പറയാൻ പറ്റില്ല. ഇപ്പോൾ ദിയയ്ക്ക് എഗെയിൻസ്റ്റ് വന്നതാണെങ്കിലും സജ്നയ്ക്ക് എഗെയിൻസ്റ്റ് വന്നതാണെങ്കിലും രണ്ടും അലിഗേഷനാണ്. രണ്ടുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് തെളിവോ കാര്യങ്ങളോ ഒന്നും സോഷ്യൽ മീഡിയയിൽ വരാത്തത് കൊണ്ടും അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങൾ കാണിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിതിനെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊതു അഭിപ്രായം പറയൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ എന്തുകൊണ്ട് ദിയ എത്ര വളരെ സൈലൻ്റായിട്ട് റിയാക്ട് ചെയ്തു എന്നുള്ളൊരു സാധനം ഞാനും ചിന്തിച്ചിരുന്നു. അപ്പം ഇനി സജ്നയാണോ തെറ്റ് ചെയ്തത്, ദിയയാണോ തെറ്റ് ചെയ്തത്, ആരുടെ സൈഡിലാണ് യഥാർത്ഥത്തിലുള്ള തെറ്റ് എന്നൊക്കെ ഉള്ളത് രണ്ടുപേരുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. അപ്പം എൻ്റെ മോളെ, നിനക്ക് മാത്രമല്ല ഫിറോസ് ഖാനും പിന്നെ എന്നെക്കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുമുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്, റോഷ്നി എന്ന് പറഞ്ഞിട്ട്, ദുബായിലെ ഏറ്റവും നമ്പർ 1, എനിക്കത് പറയാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരുത്തി. നിങ്ങൾ ഇപ്പോൾ അവളെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനി അവളുടെ ഫോട്ടോകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കേട്ടാം. കാരണം ഫോട്ടോ എൻ്റെ കയ്യിൽ ഇപ്പം കയ്യിലില്ല, കാണിച്ചു തരാം ഞാനത്. അവളാണ്
റോഷ്നി. കാരണം എന്തായാലും ഞാൻ ഇത്രയും അറിയില്ലേ. അപ്പോൾ എന്നെ ഒന്ന് ഭയങ്കരമായിട്ട് റോഷ്നി നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയാൽ നിന്നെ ഞാൻ വെറുതെ വിട്ടണം, പോട്ടെ ജീവിക്ക് എന്ന് പറഞ്ഞ് വെറുതെ വിട്ടവളെ നീ ആയിട്ട് ചൊറിഞ്ഞ് മേടിക്കരുത്. പിന്നെ ഫിറോസ് ഖാനിന് ഓഫ് കോഴ്സ് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി എനിക്കറിയത്തില്ല. കാരണം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ ഇത്രയും സപ്പോർട്ട് ചെയ്തവൾ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ലേഡി ആയതുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും. അതൊന്നും നമ്മൾ പറയുന്നില്ലേ. പിന്നെ ഓക്കെ, അടുത്ത കയറി നേരെ പോയിരിക്കുന്നത് റോഷ്നിക്കാണ്. റോഷ്നീൻ്റെ ഒരു വോയിസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം. ഈവൻ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ കാണുന്ന വോയിസ് ഈ റോഷ്നീൻ്റെയാണ്. റോഷ്നി ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സജ്നാനൂറിനെ പറ്റി പറഞ്ഞ പല കാര്യങ്ങളും കേട്ട സമയത്ത് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഞാൻ പകുതി റിയാക്ട് ചെയ്ത് പകുതി ഞാൻ വിട്ടതാണ്. കാരണം എൻ്റെ വീഡിയോയിൽ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയൊക്കെ ആണെങ്കിലും അവരൊരു സ്ത്രീയാണ്, അവർക്ക് ബേബീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ കണ്ടൻറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പം ഒരു ലഹരീൻ്റെ കേസാണെങ്കിലും അല്ലെങ്കിൽ ആളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ കേസാണെങ്കിലും അതിലുപരി മോഷണം ആ രീതിയിലൊക്കെ ഒരു പെൺകുട്ടീനെ എങ്ങനെയൊക്കെ വൾഗറൈസ് ചെയ്ത് പറയാൻ പറ്റുമോ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ റോഷ്നി ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ ആ റോഷ്നിക്കും കൊടുക്കേണ്ട ഒരു കൊട്ട് ഇവിടെ ഓൾറെഡി വളരെ ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റോഷ്നി പറയുന്ന സൈഡാണെങ്കിലും ഇപ്പോൾ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി റസൂലും സജ്നയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൂഫ് ഇട്ടു. ബാക്കി നിങ്ങൾ ഈ സജ്നയ്ക്ക് എഗെയിൻസ്റ്റ് പറയുന്ന ഒരു തരത്തിലുള്ള അലിഗേഷനും വേണ്ട തെളിവോ കാര്യങ്ങളോ നിങ്ങളും കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്ന സജ്നയാണെങ്കിലും ഈ റോഷ്നിക്ക് എഗെയിൻസ്റ്റോ ദിയയ്ക്ക് എഗെയിൻസ്റ്റോ പറയുന്ന ഒരു കാര്യത്തിനുള്ള ഒരു തെളിവും കാണിച്ചിട്ടില്ല. ഇത് വെറും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു അലിഗേഷൻ. ദിയാസനെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ദിയാസന റോഷ്നിയും കൂടെ ഈ സജ്നയ്ക്ക് കൊടുത്ത പണിയായിരിക്കും. ഇത് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ സജ്ന വന്നിട്ട് പറയുക. അതിലുപരി നിങ്ങൾ രണ്ടുപേരും, അത് ദിയ ആണെങ്കിലും സജ്നയാണെങ്കിലും പറയുന്ന സമയത്ത് കുറച്ചും കൂടെ തെളിവും കാര്യങ്ങളും വെച്ച് പറയുകയാണെങ്കിൽ കേൾക്കുന്ന വ്യക്തികൾക്ക് കുറച്ചും കൂടെ വളരെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം കൂടെ ഞാൻ പറയുകയാണ്. എന്തായാലും പറഞ്ഞതിൻ്റെയൊക്കെ എല്ലാ ഒരു പകിട്ടും നല്ല രീതിയിൽ ഇട്ട് കൊടുത്തു. ആൻഡ് ഇതിനെ എൻ്റെ ഭാഗത്തിലോട്ട് പറഞ്ഞ ഒരു സാധനം ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ഭർത്താവിന് ചിലപ്പം റോഷ്നിയായിട്ട് വേറെ തരത്തിലുള്ള ബന്ധം ഉണ്ടാവാൻ വരെ ചാൻസ് ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആലോചിച്ചത് ഇപ്പോൾ പൊതുവേ നമ്മൾ ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, സജ്ന എപ്പോഴും ഫിറോസിക്ക ഇങ്ങനെയാണ് മന്ത്രം ജപിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രത്തോളം ഫിറോസിക്ക എന്ന് പറഞ്ഞ ഹാർട്ടായി നിൽക്കുന്ന സജ്നയുടെ വായിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നേ എന്ന് കൂടി ഞാനിപ്പം ഈ നിമിഷം ഇവിടെ ആലോചിച്ച് പോവുകയാണ്. ബാക്കി നോക്കാം. ഫിറോസ് ഖാൻ ഒരു അലിഗേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. അതായത് എൻ്റെയും ഫിറോസ് ഖാനും ജനിച്ച കുഞ്ഞിനെ കുറിച്ച്. നാണമില്ലയോടോ തനിക്ക്? ഫോൺ തരത്തില്ലടോ. ഇത്രയും നാൾ തനിക്ക് ഞാൻ ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും തനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഫോൺ കോളും തന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കല്ല ഞാൻ കുഞ്ഞിനുള്ള സ്പേസ്. തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല, തന്നോട് ബഹുമാനം കൊണ്ടല്ല. ആ കുഞ്ഞിന് തന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാദർ എന്ന ഒരാളെ അവന് ആവശ്യമുണ്ട്. എൻ്റെ കുഞ്ഞും ഇതുപോലത്തെ ഒരു വേദന എൻ്റെ മൂത്ത മൂള് അനുഭവിച്ചതുകൊണ്ട് ഞാൻ ആ തന്തയും മക്കളെയും പിരിപ്പിക്കാതെ നോക്കിയതാണ്. അത് തന്നോടുള്ള ബഹുമാനമല്ല. എൻ്റെ കുഞ്ഞിന് കിട്ടട്ടെ, അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട, പോകേണ്ട, അങ്ങനെ ഇങ്ങനെയാണ് വൃത്തിയാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ വെറുക്കപ്പെടും. പക്ഷേ ആ കുഞ്ഞിന് ഇപ്പോഴും തന്നോടൊരു ഇഷ്ടം തോന്നിക്കാൻ കാരണം ഞാൻ ഒരൊറ്റ എൻ്റെ അവിതാര്യമാണ്, എൻ്റെ ഭിക്ഷയാണോ അത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മോനെ തനിക്ക് തരുന്നത് ഇനി തരത്തില്ലടോ. കാരണം കുറച്ച് അലിഗേഷനും കൂടെ ഞാൻ തന്നെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം മോൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. താൻ ലീഗലി പോടോ. ലീഗലി പോയിട്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം. തൻ്റെ കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് പോകാം. ഇത്രയും നാൾ ഞാൻ തന്നെ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടുള്ളൂ. 2500 രൂപ ചെലവിനും തന്നിട്ട് ഒരു വർഷം കൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വിളിച്ചാൽ എൻ്റെ ഉമ്മയുടെ ഫോണിൽ 2500 രൂപ ചെലവിനും തന്നിട്ട് 2000 ആദ്യം അയച്ചു, പിന്നെ 500 കൂടെ കൂട്ടി. ഒരു മാസം മറ്റേ വർഷത്തിൽ കൂട്ടുന്ന കണക്ക് ഒരു 6-7 മാസം ആയപ്പോഴത്തേക്ക് 500 കൂടെ കൂട്ടി. തനിക്ക് വരുമാനം ഇല്ലാത്തതൊന്നുമല്ല, തനിക്ക് ജോലിയുണ്ട്, വേറെ ഭാര്യയോ മക്കളോ വേറെ ഒന്നോ അതെനിക്കറിയത്തില്ല കേട്ടോ. ഇനി അങ്ങനൊന്നും ഇല്ലല്ലോ, തനിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ തനിക്ക് ഇത്ര ചിലവൊന്നുമില്ലല്ലോ, സ്വന്തം കുഞ്ഞിന് പോലും കൊടുക്കും. എന്നിട്ട് ഞാൻ തന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല. എൻ്റെ ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്. അപ്പോഴും തനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ അടുത്ത് തിരക്കിക്കാനോ വന്നിട്ടില്ല. കാരണം എന്നിട്ട് ഞാൻ മുമ്പിൽ എന്തിനാ ഈ നെക്കപ്പിച്ച് 2500 രൂപ മേടിച്ച് ഒരാഴ്ചത്തെ സ്നാക്സ്, ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്കറിയാം, ഒരാഴ്ചത്തെ സ്നാക്സ് മേടിക്കാൻ പൈസ ഇല്ലാതെ, പൈസ പോലും തികത്തില്ലത്. 2500. അപ്പോൾ എൻ്റെ ഉമ്മ പറയുന്നതാ, മൂത്ത കൊച്ചിനോ കൊടുക്കുന്നില്ല, അതിൻ്റെ ഉത്തരവാദിത്തം അറിഞ്ഞിട്ടില്ല. ഇവനെങ്കിലും കൊടുത്ത് 2500 കൊടുത്തിട്ട് ആ കുഞ്ഞിനോടുള്ളൊരു കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യുന്നുള്ളൊരു ഒരു മനസാക്ഷിയാണ് കിടക്കട്ടെ. എൻ്റെ ഉമ്മ മനസാക്ഷിയാണ് ചോദത്. നാണമാനമില്ലേടോ തനിക്ക്? പിന്നെ ഞാനിപ്പം വന്ന മെയിനായിട്ട് എന്നെക്കുറിച്ച് ഇപ്പം കുറേ അലിഗേഷൻ രണ്ടാമത് കുറേ വന്നു. ഈ ഒരു സാധനത്തിൽ എനിക്ക് സജ്ന ചേച്ചിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സജ്ന ചേച്ചി ഒറ്റയ്ക്ക് വിചാരിച്ചുണ്ടാക്കിയിട്ടുള്ള ഒന്നല്ല സജ്ന ചേച്ചിയുടെ ഈ കുട്ടി. അതിൽ ഫിറോസ് ഖാനും പങ്കുണ്ട്. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ബേബിയാണ്. അപ്പോൾ രണ്ടുപേർക്കും കുട്ടീനെ കാണാനുള്ള അവകാശമുണ്ട്.
അപ്പോൾ സജ്ന ചേച്ചി കാണിക്കില്ല, കുട്ടീനെ കാണരുത് എന്നൊക്കെ പറയുന്നത് ശരിക്കും നല്ലതാണോ എന്നുള്ളത് സ്വയം ആലോചിച്ച് നോക്കൂ. ആൻഡ് ഇതിൽ സജ്ന പറയുന്നൊരു കാര്യമുണ്ട്, കുട്ടിക്ക് ഫിറോസിനോട് ഇഷ്ടമുണ്ട്. അപ്പം സജ്നയും ഫിറോസും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പുറത്ത് എന്തിനു വേണ്ടിയിട്ടാണ് സജ്ന എന്ന് പറയുന്ന ഒരു വ്യക്തി കുട്ടീനെ ഇയാളിൽ നിന്ന് മാറ്റുന്നത്, കുട്ടീനെ കാണാനുള്ള ഇയാളുടെ അവകാശത്തെ മാറ്റുന്നത്? അങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ കുട്ടീനെ നടുക്കൊരു ടൂളാക്കി വെച്ച് നിങ്ങൾ റിവെഞ്ച് ചെയ്യുകയാണ്. അത് ശരിക്കും ശരിയായിട്ടുള്ള കാര്യമാണോ? ഇത്രയും കാലം നിങ്ങൾ തന്നെ പറയുന്നു കുട്ടീനെ ഫിറോസിന് കാണിച്ചു കൊടുത്തു. എന്നാൽ നിങ്ങൾ തന്നെ പറയുന്നു ഇനി ഞാൻ കുട്ടീനെ ഫിറോസ് കാണിച്ചു കൊടുക്കില്ല. ഇപ്പോൾ ഫിറോസ് താങ്കൾക്ക് എഗെയിൻസ്റ്റ് താങ്കൾ ചെയ്തു അല്ലെ താങ്കളുമായി ബന്ധപ്പെട്ട കുറേ സത്യങ്ങളും എന്നാൽ കുറേ അലിഗേഷൻസും ഇട്ടത് കൊണ്ട് പുള്ളീനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി കുട്ടീനെ ഒരു ടൂളാക്കി ഉപയോഗിക്കുകയാണോ? ആൻഡ് ഇതൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൊരു 3-4 ചോദ്യങ്ങൾ. ഇനി അടുത്തത് ഈ സാധനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് 2500 റുപ്യ 2500 റുപ്യ എന്ന് പറഞ്ഞ് ചേച്ചി പറയുന്നുണ്ട്. എടാ, 1 റുപ്യ ആണെങ്കിലും അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. 1 റുപ്യ ആണെങ്കിലും 1 റുപ്യക്ക് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഒരാഴ്ചയിൽ 2500 തന്നെ പലഹാരം കഴിക്കണം എന്നൊന്നുമില്ല. ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് വാങ്ങുകയാണെങ്കിൽ തന്നെ ഒരു 50 റുപ്യ ഉണ്ടാവും. അത് ഒരു 3 ബിസ്ക്കറ്റ് 150 റുപ്യ മതി ഒരു ബിസ്ക്കറ്റ് കഴിച്ച് പോകാൻ വേണ്ടിയിട്ട്. ബാക്കി ചോറ് കറിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ലാവിഷ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചിലവ് വരും. അപ്പോൾ തരുന്നത് 1 റുപ്യ ആണെങ്കിൽ 2 റുപ്യ ആണെങ്കിൽ ആ 2500 റുപ്യ ഒരു മാസം തരുന്നത് കുട്ടീൻ്റെ ചിലവിനാണ്. കംപ്ലീറ്റ് തീരില്ല. നിങ്ങൾ ലീഗലി കേസ് കൊടുക്കൂ, ലീഗലി പോവൂ, ലീഗലി സംസാരിക്കും. നിങ്ങളത് ഓക്കെ അല്ല പറ. 1 വർഷം നിങ്ങൾ 2500 വാങ്ങി, അന്ന് നിങ്ങൾക്കൊന്നും ഇതിന് പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്ന് കേസ് വന്നപ്പോഴാണോ 2500 ഒന്നും അല്ലാണ്ടായത്? ഭാര്യ ഭർത്ത് ബന്ധം കല്യാണം കഴിക്കുക, അത് ഫ്രണ്ടോട്ട് പോവുക, അത് കഴിഞ്ഞതിന് ശേഷം ഇവർ സെപ്പറേറ്റഡ് ആവുക. സെപ്പറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ കുട്ടീനെ കാണാൻ കൊടുക്കില്ല, കുട്ടീനെ വിളിക്കാൻ കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. പക്ഷേ ഭർത്താവ് കൊടുക്കുന്ന പൈസേൻ്റെ പേരിൽ കണക്ക് എന്ത്? അതിൻ്റെ പൈസ വേണ്ട, ഞാൻ നോക്കിയുള്ള കുട്ടി എന്ന് പറയണം. അതൊരിക്കലും പറയൂല. ഇതെന്ത് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡാണ്? ആലോചിച്ച് നോക്കും. ഞാൻ ഇതൊരിക്കലും സജ്ന നൂറിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യമല്ല. ഇങ്ങനത്തെ കുറേ കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനോട് കോമൺ ആയി ചോദിക്കേണ്ട എൻ്റെ ഒരു അഭിപ്രായം. യാസനയുടെ കാര്യം ഫിറോസ് ഖാനും കൂടെ ഞാൻ അങ്ങനത്തെ ഒരു വൃത്തികെട്ട രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാതെ MDMO കുറേ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യും. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ചിലപ്പം ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും. കാരണം എനിക്ക് ഇവരെയൊക്കെ പേടിയുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ ശരീരത്തിൽ കെട്ടിക്കൊണ്ട് ഇടുമോ എന്നൊക്കെ പേടിയുള്ളതുകൊണ്ട് എത്രയും വേഗം തന്നെ എന്നെ ടെസ്റ്റ് ചെയ്ത് എന്നെ അറിയാവുന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഈ വക സാധനം ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കേണ്ട കടമ എനിക്കാണ്. ചിലപ്പം ഈ വീഡിയോ ടെസ്റ്റ് ചെയ്ത ശേഷം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് എടുത്തോളൂ. അതിനുശേഷം എൻ്റെ ശരീരത്തിൽ എന്ത് വന്നാലും അതിനുള്ള ഫുൾ ഉത്തരവാദിത്തം ഞാൻ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ എനിക്ക് പേടിയാണ്. കാരണം ക്രിമിനലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അവരെന്തായാലും നെക്സ്റ്റ് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് ടെസ്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ പോവാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേഷനാണോ അതിൻ്റെ ലീഗൽ വശം എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എന്തായാലും ലീഗൽ വശമായിട്ട് തന്നെ ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യും. ഞാൻ അവരുടെ ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്യടി. അതേപോലെ തന്നെ റോഷ്നി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്റെ ഫോട്ടോയും വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, പക്ഷേ താനും വന്ന് ചെയ്യണം ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ 3 പേരാണ് എന്നെക്കുറിച്ച് ഈ അലിഗേഷൻ പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നത്. അപ്പം ഈ 3 പേര് എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും നേരം സജ്ന പറഞ്ഞ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ജസ്റ്റ് ഹാർഡ്സ് അപ്പ് കൊടുക്കേണ്ട ഒരു സാധനമാണ്. കാരണം ടെസ്റ്റ് ചെയ്യാം, ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. കേസ് കൊടുക്കുന്നതിന് മുമ്പ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നത് ഈ ഡ്രഗ് ടെസ്റ്റിൽ കൂടിയാണ്. അതിനൊരു പാടുമില്ല. നമ്മുടെ പല സ്ഥലങ്ങളിൽ ടെസ്റ്റ് ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ട്, അവിടെ കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ മതി. അവർ ടെസ്റ്റ് എന്നുള്ള ആ സാധനം എഴുതിയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ യൂറിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടാൻ പറ്റും. ആ ടെസ്റ്റ് ചെയ്ത് ആ റിപ്പോർട്ടും കൊണ്ട് വാ. എന്നാൽ ഈ അലിഗേഷൻ ഇവിടെ തീർന്നു. ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു റിപ്പോർട്ട് ഇനിയിപ്പോൾ നാളെ വരുന്ന സമയത്ത് ഞാൻ അത് കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അതിൻ്റെ ഷോർട്ട്സ് എടുത്ത് ചെയ്യും. ആ റിപ്പോർട്ടുമായിട്ട് വന്നിട്ട് ഫുൾ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സാധനം കാണിച്ചിട്ടുണ്ടെങ്കിൽ റോഷ്നി പറഞ്ഞ ആ ഫുൾ ഓഡിയോ അവിടെ തീർന്നു. അത് കാണിക്കുക. അതുപോലെ തന്നെ സജ്ന ഓപ്പൺ ചലഞ്ചാണ് ഇട്ടിരിക്കുന്നത്. വൈ നോട്ട്? ദിയാസൻ എന്താ പറഞ്ഞാൽ ഡ്രഗിന് എഗെയിൻസ്റ്റ് സംസാരിക്കുന്ന ദിയാസനെയും ടെസ്റ്റ് ചെയ്യും, റോഷ്നും ചെയ്യും, ഫിറോസും ചെയ്യും. കാരണം ഇതൊക്കെ അറിയുന്നത് നല്ലതല്ലേ. തൂഫാൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും അങ്ങ് ടെസ്റ്റ് ചെയ്യട്ടെ. ഇനി നിങ്ങൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഞാനുള്ള സ്ഥാപനത്തിൽ വരാം. എൻ്റെ പേഴ്സണൽ DM മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നോട്ട് എ പ്രൊമോഷൻ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. അവകാശം ഉണ്ടെങ്കിൽ അവരും വന്ന് തെളിയിക്കണം. അതുകൊണ്ട് ഈ ജനങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ പറയുക, നിങ്ങൾ ഈ കണ്ട ലോകത്ത് പോക്സോ കേസ് എന്ന് പറയുന്ന സാധനങ്ങളും ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് അതൊക്കെ വച്ചിട്ട് വേറെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും പോകുന്ന അത് പിടിച്ച് അറിയാതെ ഈ നാട്ടിൽ പോക്സോ കേസ് എന്ന് പറഞ്ഞ കുഞ്ഞിനെ പ്രായം അത് ഈ ലോകത്ത് നടന്നോട്ടേനോ? അതേപോലെ തന്നെ കഞ്ചാവ് അങ്ങനെയുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്കുള്ള വിതരണം ഇവളുമാർ ഇങ്ങനെയുള്ള സോഷ്യൽ വർക്കാണ് ഞാനെന്ന് പറഞ്ഞു. ഇവളുമാരുള്ള പോലെ ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നാട് നശിപ്പിക്കാൻ. അപ്പോൾ ഈ 2 കാര്യം ഇവിടെ നടന്നോട്ടേനാണ് നിങ്ങൾ പറയുന്നത്. സ്വന്തം മക്കൾക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത കാലം പോലെ ആക്കി വേണോ ഇതുപോലെ? അപ്പം നിങ്ങൾ പ്രതികരിക്കുക. ഈ ചെറിയ ഈ പറഞ്ഞ കണക്ക് അവനോട് പോയി ഇവരോട് പോയി ഇങ്ങനെ പോയി അതല്ല.
ആദ്യം ഈ ലോകത്തിനെ നന്നാക്കാനുള്ള ഡ്രഗ്സ്, ഇങ്ങനത്തെ സാധനങ്ങളും, പിന്നെ അതേപോലെ തന്നെ ചേച്ചി ഞങ്ങൾ പ്രതികരിക്കാം, ഞങ്ങൾ യൂട്യൂബേഴ്സൊക്കെ പ്രതികരിക്കാം. എന്തെങ്കിലും ഒരു ഉണ്ടതാടാ, എന്തെങ്കിലും ഒരു തെളിവ് താടാ. ഞങ്ങൾ എപ്പോഴാണ് പ്രതികരിച്ചത്? ഞങ്ങൾ റസൂൽ പൂക്കിറ്റിയും സജ്ന ചേച്ചിയും പ്രണയത്തിലാണ്, പ്രഗ്നൻ്റ് ആണ്, അബോട്ടായെന്ന് ഞങ്ങളുടെ ഇമാജിനേഷനിൽ ഞങ്ങൾ പറഞ്ഞതല്ല. അല്ലെ ഫിറോസ് ഒരു ക്യാമറ തുറന്ന് വെച്ചിട്ട് സജ്ന റസൂലുമായിട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ഞങ്ങൾ പറഞ്ഞതല്ല. സജ്ന ചേച്ചിയുടെയും റസൂൽ പൂക്കുറ്റിയുടെയും വോയിസ് റെക്കോർഡ് കേട്ടതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞതാണ്. അതുപോലെ ദിയ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിറോസ് യൂസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ, റോഷ്നി യൂസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിറോസ് ഇതുപോലെ പരസ്ത്രീ ബന്ധങ്ങളുമായി ചെയ്തതിൻ്റെ ഭാഗമായി വല്ല ചാറ്റോ കോൾ റെക്കോർഡിങ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതൊക്കെ പ്രൂഫ് മുമ്പിൽ കൊണ്ടുവെക്കൂ. അപ്പം നമ്മൾ സംസാരിക്കാം. പ്രൂഫ് ഇല്ലാത്തടത്തോളം എന്ത് ചെയ്യാം? ലഹരിയുമായി ബന്ധപ്പെട്ട് പല സാധനങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലഹരിയിൽ നിന്ന് എങ്ങനെ പിന്മാറാം എന്നുള്ള പല ടോപ്പിക്കുകളും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈ ചൈൽഡിന് എഗെയിൻസ്റ്റ് ഉണ്ടാകുന്ന അബ്യൂസുകളുടെ പല കേസുകളും നമ്മളെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഈ റീസെൻ്റ്ലി സംസാരിച്ച 1.5 വയസ്സുള്ള കൊച്ചിൻ്റെ നേരെ അമ്മയും രണ്ടാനച്ഛനും കൂടെ ചെയ്ത ഇതൊക്കെ നമ്മൾ സംസാരിക്കേണ്ടടാ. സജ്നയ്ക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്, സജ്ന പറയുന്നത് ഒരു അലിഗേഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. വിത്ത് പ്രൂഫ് വരും. നമ്മളിവിടെ ഇരുന്ന് ഫിറോസ് ഖാൻ തൊട്ട് റോഷ്നി തൊട്ടിട്ട് ബാക്കി ദിയാസനേന വരെ ഇരുന്ന് അലക്കി തരും. തെളിവില്ലാത്തടത്തോളം കാലം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചേച്ചി പറയാൻ പറ്റും. ഐ ആം ദി സോറി അളിയ. ഇനി നിങ്ങൾ എന്നെ അടുത്ത എന്തെങ്കിലും പറഞ്ഞ് എന്നെ കൊല്ലാ പോലെ. ഇപ്പം ഞാനും രേണുസുതിയെ പോലെ തന്നെ എനിക്ക് ഈ കമന്റ് കിട്ടുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വിഷമവും ഡിപ്രഷനും ഉറക്കില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കിടന്ന് കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ സ്ട്രോങ് ആയി. ഞാൻ ജീവിക്കൂടി. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഏതോളമാർ എന്നെക്കുറിച്ച് എന്ത് പേടിച്ച് നടന്നോ മറ്റേ മറിച്ച് നടന്നു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. ഇതിൻ്റെ അവസാനത്തെ വീഡിയോ ഞാൻ പറയത്തില്ല. കാരണം എനിക്ക് ജീവിക്കണം. എൻ്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പല വീഡിയോകളും കൊളാപ്സും കാര്യങ്ങളൊക്കെ ഇടണം. ഞാൻ ഇതുപോലെ പിഴച്ചൊന്നും ഉണ്ടാക്കിയതല്ല. പിഴച്ചൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ നിന്നില്ല. എനിക്ക് സമ്പാദിച്ച് എൻ്റെ മക്കളെ നോക്കണം. അതുകൊണ്ട് ഞാൻ വരും. അതുകൊണ്ട് അയ്യോ, രേണു ചേച്ചിനെ വെച്ചൊന്നും കമ്പയർ ചെയ്യല്ലേ. രേണു ചേച്ചി നല്ലത് ചെയ്താൽ നല്ലതെന്നും പറഞ്ഞിട്ടുണ്ട്. രേണു ചേച്ചിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമ്മൾ നമ്മളുടെ അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. രേണു ചേച്ചീൻ്റെ ലെവലൊന്നുമല്ല. സജ്ന ചേച്ചി അതൊക്കെ എത്രയോ മുകളിൽ ലെവലാണ്. രേണു ചേച്ചി ഈ ഓൺലൈൻ മീഡിയക്കാരെടുത്ത് എന്തോ ഗുളുകുള പറയാമെന്നല്ലാണ്ട് രേണു ചേച്ചീൻ്റെ ഈ ഓഡിയോസ് ഒന്നും അയ്യോ പ്രഗ്നൻസി ആവോ ഇതൊന്നും രേണു ചേച്ചിക്ക് ഇല്ല. സോറി ഡോണ്ട് കമ്പയർ. ഓക്കെ, ഈ ഹെയ്റ്റ് വരുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഫിറോസ് ഖാന് ഈ മോനെ ഇത്രയും പറയുന്നുണ്ടല്ലോ. എടാ നാണമാണ് ഇല്ലാത്തവനെ. നിനക്ക് ഈ കുഞ്ഞിനെ നീ ചിലപ്പോഴും ആഴ്ചയിലൊക്കെ വിളിച്ചോണ്ട് പോയിരുന്നു. ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുന്നേ നീ ആദ്യം ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയിട്ട് ഈ വീഡിയോ ഇടാൻ തരുന്നതാ. എനിക്ക് ഈ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമെന്ന് പറയുന്നുണ്ടല്ലോ. എടാ എൻ്റെ കുഞ്ഞ്, ഈ 2 കുഞ്ഞുങ്ങളും എൻ്റെ വീട്ടുകാരും എൻ്റെ ഈ ട്രോമ, ഞാനൊരു ട്രോമയിലോട്ടാണ്. കാരണം എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ സൈബർ അറ്റാക്ക് വരുന്നത്. ഞാൻ ട്രോമയിലോട്ട് പോയി. ഞാൻ ഇവിടെ പാനിക്കായി വല്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടെ കിടക്കുന്ന ഒരു പാനിക് സിറ്റുവേഷൻ എൻ്റെ കുഞ്ഞുങ്ങളും കണ്ടുകൊണ്ടിരിക്കുക. അതുങ്ങളും എൻ്റെ കൂടെ ഇരുന്ന് കരയുക. എനിക്ക് വല്ലാത്ത അവസ്ഥയും ഞാൻ കരച്ചിലും ഇതെല്ലാം ആ കുഞ്ഞുങ്ങൾ നോക്കുന്നുണ്ട്. എടാ ഒന്നുമില്ലെങ്കിൽ നിന്റെ കുഞ്ഞാന്ന് പറഞ്ഞാൽ നീ ഭയങ്കര അവകാശം. നീ എന്തുകൊണ്ട് വിളിച്ചോണ്ട് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്റെ കുഞ്ഞിനെ വിളിച്ചോണ്ടാൻ? ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നീ ഈ വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സല്യൂട്ട് ചെയ്തേനെ. എടാ ഞാൻ എന്തെങ്കിലും ഈ പെട്ടെന്നുള്ള അറ്റാക്കിൽ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റത്തില്ല. അതിൽ കുറച്ച് നമ്മളെ വീട്ടുകാരും കുറച്ച് ആൾക്കാരും എന്നെ സ്ട്രോങ് ആയിട്ട് നിർത്തുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു. ഞാൻ എടാ നീ ഭയങ്കര സംഭവമായിട്ട് പറയുന്നുള്ളൂ. ഒന്നാണോ മാനമില്ലാത്തവനെ. എടാ കുഞ്ഞിനെ വെച്ച് ഭയങ്കര വിഷമത്തോടെ ഭയങ്കര വന്ന് കരച്ചിൽ പറയുന്നുള്ളൂ. എടാ നീയൊക്കെ ആരാണെന്ന്. എടാ നീയും ദിയൊക്കെ ഭയങ്കര വാദന പോലെ. നീ ഇതൊന്നും അല്ലെന്നുള്ളത് നാട്ടുകാർക്ക് ചിന്തിക്കുന്നവർക്ക് അറിയാം, ബുദ്ധിയുള്ളവർക്ക് അറിയാം ആരാണെന്ന്. പിന്നെ പുള്ളി ചേച്ചി കരഞ്ഞ അത്ര കരഞ്ഞതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പുള്ളി ഇച്ചിരി സൈലൻ്റ് ആയിട്ട് പറഞ്ഞു. അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഓവർ വിനയം ഒന്നും ആക്കണ്ട. ഇപ്പോൾ സച്ചിനെ തെളിവ് കാണിക്കാത്തിടത്തോളം കാലം വിനയം ആക്കിക്കോളൂ. എന്തെങ്കിലും തെളിവ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫിറോസ് ചേട്ടനും ഏകദേശം ഒരു തീരുമാനമാവും എന്നുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. പിന്നെ കുട്ടീനെ വെച്ചിട്ട് നിങ്ങൾ തല്ലുണ്ടായിരിക്കും, അതേ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉള്ളൂ. ഈ നെഗറ്റീവ് പറയുന്ന നെഗറ്റീവോളികളാണ് അവരെ തന്നെ പറയുന്നത്. നിങ്ങൾ ആരുമല്ല എനിക്ക് ചെലവിനിരുന്നത്. നിങ്ങൾ ആരും മറ്റേ അല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അന്തസ്സായിട്ട് സമ്പാദിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരാൾ ഇഷ്ടപ്പെടാതിരിക്കും, അത് എൻ്റെ ഇഷ്ടമാണ്. ഇനിയൊക്കെ നീ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ അത് ആസ്വദിക്കാം. എന്തായാലും ഞാൻ കുറച്ചും കൂടെ ഫേമസ് ആയി. അറിയാത്തവരും കൂടെ എന്നെ അറിഞ്ഞിട്ടുണ്ട്. എനിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ സാധനമൊക്കെ എനിക്കിട്ട് കുറച്ച് അങ്ങനെയെങ്കിലും ഞാൻ പൈസ ഉണ്ടാക്കിയോട്ടെ. അല്ലെങ്കിൽ പിഴച്ചോ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാണുക, കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. എന്തുണ്ടെങ്കിലും നെഗറ്റീവ് കമൻറ്റ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഞാൻ ആസ്വദിക്കും. ഓക്കെ, അപ്പം ചലഞ്ച് മറക്കണ്ട. ഇതൊരു ചലഞ്ചായിട്ട് ആസ്വദിക്കണം. കാരണം ആസ്വദിക്കാനുള്ള കമൻ്റ് അല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ജീവിതത്തിൽ അങ്ങിരുന്ന് ആസ്വദിച്ചതിൻ്റെ അല്ലേ ഇപ്പം ഈ കടന്ന് കളിക്കുന്നത്. മനസ്സിലായി, കരഞ്ഞു മെഴുകിയിട്ട് ഒരു കാര്യമില്ല. ഇനി 2 ഇൻ്റർവ്യൂവിൽ മണിക്കൂറുകളോളം ഇരുന്ന് കഥേനെ ട്വിസ്റ്റ് ചെയ്ത് ടേൺ ചെയ്ത് അപ്പുറത്തുള്ള വ്യക്തിനെ ഏറ്റവും ക്രൂരനായി ക്രിയേറ്റ് ചെയ്തിട്ട് പോലും എനിക്കുള്ള തെറിവിളിക്ക് ഒരു കുറവുമില്ല. നല്ല അന്തസ്സായിട്ട് മനസ്സിലായി. ഇനി ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, കഥം വായ മൂടി മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാം കേട്ടുകൊണ്ട് ഭയഭക്തി ബഹുമാനത്തോടു കൂടി അങ്ങ് ഇരിക്കുക. പിന്നെ നെഗറ്റീവ് ഓളികൾ, നമ്മൾ നെഗറ്റീവ് ഓളികളല്ലടാ. നല്ലത് ചെയ്താൽ നല്ലത് പറയും. അപ്പം ഞങ്ങൾ പോസിറ്റീവ് ഓളികൾ. നെഗറ്റീവ് ചെയ്ത് കിടക്കുന്ന നിങ്ങളോടൊക്കെ നെഗറ്റീവ് ഓളികളെ ഞങ്ങൾക്ക് ആവാൻ പറ്റൂ. പിന്നെ റസൂലായിട്ട് അവീതം വെച്ചാൽ ഗ്രേറ്റ് സജിന റസൂലായിട്ട് അവീതം വെച്ചു എന്ന് പറയണോ?
ഒരു കുട്ടീനെ പ്രഗ്നൻ്റ് ആയി അബോട്ട് ചെയ്യണമെങ്കിൽ ഗ്രേറ്റ് അബോട്ട് ചെയ്തു എന്ന് പറയണോ? രണ്ടാമത്തെ കുട്ടീനെ അബോട്ട് ചെയ്യാണ്ടിരിക്കാൻ 3 കോടി വാങ്ങിനെ ഗ്രേറ്റ് സച്ചിന് ചെയ്തു എന്ന് പറയണോ? അങ്ങനെ കാര്യത്തിന് ക്ലാപ്പ് പറഞ്ഞിട്ട് നിൻ്റെ പോസിറ്റീവ് വോളി സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല സജ്ന ചേച്ചി. ഞങ്ങൾ നെഗറ്റീവ് വോളിയിൽ നിന്ന് എന്നെ ചേച്ചി വിളിച്ചോളൂ. 100% വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ അത് അംഗീകരിക്കും. പോസിറ്റീവ് ചെയ്താടാ പോസിറ്റീവ് തന്നെ പറയും. അപ്പോൾ ഞങ്ങൾ പോസിറ്റീവ് വോളികൾ എന്ന് പറയാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഈ ഐഡിയ ഈ സ്ട്രാറ്റജി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് തന്നെ ഇനി ഫ്രണ്ടോട്ട് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. എത്ര കണ്ടിന്യൂ ചെയ്താലും പെണ്ണാണെങ്കിൽ കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ, കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുത്തും. പിന്നെ മക്കൾ കരയാണ്ടിരിക്കില്ല. ഒരാൾക്കും സ്വന്തം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കില്ല കേട്ടാ. ഏത് മക്കളാണെങ്കിലും കരയും. ഓക്കെ, അപ്പോൾ വേണ്ട തോന്നിവാസങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ട് യൂട്യൂബേഴ്സിൻ്റെ തലയിലോട്ട് വരുന്നത് സഹിക്കാൻ പറ്റില്ല ചേച്ചി. എന്തായാലും കൊള്ളാം, നാടകം കൊള്ളാം, അഭിനയം കൊള്ളാം, സ്ട്രോങ് ആവും. ഇതുപോലെ വാലിഡ് പോയിന്റ് പറ. ഈ ഫിറോസിനെ പറ്റിയും ദിയാനെ പറ്റിയും റോഷ്നിനെ പറ്റിയൊക്കെ പറയുമ്പോൾ തെളിവൊക്കെ കൊണ്ടുവന്ന് അപ്പോഴാണ് ഇതൊക്കെ അങ്ങ് മാറുക. ഇല്ലാത്ത ബോൾനെസ് കാണിച്ച് അപ്പുറത്തെ സൈഡിൽ പോയി ഇനിയിപ്പോൾ ആരെങ്കിലും അവിടെ നിന്ന് പൂക്കുറ്റി പോലെ എനർജി തരുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും കൊള്ളാം, നടക്കട്ടെ, എല്ലാം അടിപൊളിയായിട്ട് പോട്ടെ. എന്തായാലും ചേച്ചീൻ്റെ റിപ്പോർട്ടിനായിട്ടാണ് ഇനി അടുത്തത് ഞാൻ കാത്തിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ റിപ്പോർട്ട് വരട്ടെ. എൻ്റെ ഈ പറഞ്ഞ അലിഗേഷൻസ് ഒക്കെ പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് അവീതങ്ങൾ പറഞ്ഞല്ലോ. ഫിറോസിൻ്റെ ഒരു 20-30 അവീതം, ഒരു അവീതത്തിൻ്റെ തെളിവ് കാണിക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു ഓപ്പൺ ചലഞ്ച് കൂടെ ഇട്ടിട്ട് ഞാൻ പോവാണ്. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ. ഗൈസ് ടിൽ ദെൻ ഇറ്റ്സ് ബൈ. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ, അതിന് മുമ്പ് എഡിറ്റ് ചെയ്യണം.